ഒരു 100 പേര് 1 ലക്ഷം കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനല്ലേ. മിഴുങ്ങസിയാന്ന ഭാവത്തോടെ പഴം വിഴുങ്ങിയ മട്ടിൽ സ്ക്രീനിൽ കാണപ്പെടുന്ന ഈ രൂപം പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങനായ സാക്ഷാൽ മുത്തുപോങ്ങന്റേതാണെന്ന് പലർക്കും അറിയാമായിരിക്കും. മുത്തുപോങ്ങൻ മനുഷ്യവർഗത്തിൽ നിന്നും സമ്പാദിച്ച സ്നേഹിതരുടെ തൊഴിലും എണ്ണവുമാണ് ഇനി പറയുന്നത്. ജീവനോടുകൂടിയ പോലീസുകാർ 7, പരേതനായ പോലീസുകാരൻ 1, പിന്നെ 3 അഭിഭാഷകർ, 4 അധ്യാപകർ, 1 പ്രിൻസിപ്പൽ, 3 സന്യാസിമാർ, 2 ചലച്ചിത്ര സംവിധായകർ, 3 കഥാകൃത്തുക്കൾ, 6 മാധ്യമപ്രവർത്തകർ, 2 മാപ്രകൾ, വന്യജീവിതം പകർത്തുന്ന 1 ക്യാമറ കലാകാരൻ, 3 ഹിന്ദു പൂജാരികൾ, 2 ക്രൈസ്തവ പുരോഹിതർ, ബുദ്ധിജീവികൾ പാകത്തിന്, മുഴുവൻ സമയ തൊഴിൽ രഹിതർ 4, കടിക്കാത്ത തരം ഫെമിനിസ്റ്റുകൾ 2, ആത്മീയ മനസ്കർ 6, ആയുർവേദ ഡോക്ടർ 1, അലോപ്പതി ഡോക്ടർമാർ 5, കലാപ്രവർത്തകർ 3, ജനസേവന വ്യവസായികൾ 4, ശാസ്ത്രജ്ഞർ 2, ഹിന്ദു തീവ്രവാദികളും സുടുനാമധാരികളും കൃസംഖ്യകളും ആവശ്യത്തിന്, സാംസ്കാരിക പ്രവർത്തകരുടെയും നവോത്ഥാന നായകരുടെയും ലൈംഗിക സേവനദാതാക്കളുടെയും സൗഹൃദം നിലവിൽ മുത്തുപോങ്ങന് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ആ കുറവ് പോങ്ങൻ ഉടൻ പരിഹരിക്കുന്നതാവും. മനുഷ്യവർഗത്തിന് പുറമെ ഡിജിറ്റൽ കേരളത്തിലെ പ്രഥമ സൈബർ തെണ്ടിയായ ഈ പോങ്ങനുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ചില പക്ഷിമൃഗാദികളെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കാക്കകൾ അസംഖ്യം, 2 ചെമ്പോത്ത്, 2 ജോഡി മൈന ദമ്പതികൾ, 1 പിടി അടയ്ക്കാക്കുരുവികൾ, പോത്ത് 1, മയിൽ 2, കൊമ്പനും പിടിയുമായ ആനകൾ ഓരോന്ന്, പശുക്കൾ 2, തെരുവ് നായകൾ ധാരാളം, പിന്നെ എലികൾ, പാമ്പ്, പൂച്ചമാർ, അങ്ങനെ. ഇനി നായന്മാരുടെ മദനി, ഹൈന്ദവ ഹമാസ് സംഘടനയുടെ സ്ഥാപക നേതാവ്, മലയാളം അംഗമാരുടെ മാനസ മലരമ്പൻ എന്നീ നിലകളിൽ ഈ മുത്തുപോങ്ങനുമായി ആത്മസൗഹൃദം സൂക്ഷിക്കുന്ന ചിലരെ കൂടി പറയേണ്ടത് അത്യാവശ്യമാണ്. ഇനി പരിചയപ്പെടുത്തുന്ന സ്നേഹിതരാരും മനുഷ്യകുലത്തിലോ മറ്റ് മൃഗപക്ഷി ഉരക ജലജീവികളിലോ പെടുന്നവരല്ല. അവർ ഹിന്ദുമതത്തിൽ ഈശ്വര ജീവനക്കാരായി തൊഴിലെടുക്കുന്നവരാണ്. പോങ്ങന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആത്മമിത്രവുമായ പരമശിവൻ, ഫാസിസ്റ്റ് സ്വഭാവി കൂടിയായ ലേഡി ദൈവം ബാലഭദ്ര, പരമനൊപ്പം ത്രിമൂർത്തി സ്ഥാനം പങ്കിടുന്നവരിൽ ഒരുവനായ വിഷ്ണു, കാലപുരിയുടെ നായകനായിട്ടുള്ള യമൻ, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സരസ്വതി, ദേവലോകത്തെ ലെഫ്റ്റ് ലിബറൽ ആക്ടിവിസ്റ്റും പുരോഗമന ദേവതയുമായ ചുടലയക്ഷി എന്നിവരാണ് പോങ്ങന്റെ സുഹൃത്തുക്കളിലെ ഏതാനും ദൈവജീവനക്കാർ. പോങ്ങനെ ഹൈന്ദവ സമൂഹം പൊതുവെയും ഭക്തഹിന്ദുക്കൾ പ്രത്യേകിച്ചും കൈയൊഴിഞ്ഞ നിലയ്ക്ക് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഹൈന്ദവ ദൈവങ്ങളായി ജോലി നോക്കുന്ന ഈശ്വര സമൂഹം പോങ്ങന്റെ വെളിവിന് തെളിവായി ഒരു സംസാരം കേൾപ്പിക്കും. കേരളീയ ആത്മീയ വ്യാപാരികളിൽ നിന്നും മുതിർന്ന ഹൈന്ദവ ജനതയുടെ ധനവും മാനവും രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ ഹൈന്ദവർ തന്നെ പോങ്ങനെ വെട്ടിയിട്ട നിലയ്ക്ക് ഒരു ആത്മീയ വ്യാപാരിയുടെ വാക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പോങ്ങന്റെ സ്നേഹിതരായിട്ടുള്ള ഹൈന്ദവേശ്വരന്മാർ സംയുക്തമായി സമർപ്പിക്കുകയാണ്. പോങ്ങൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ഹൈന്ദവർക്ക് പൊതുസമൂഹം പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന ഒരു പരീക്ഷണം കൂടിയാണ് ആത്മീയ വ്യാപാരിയുടെ ഈ ശബ്ദം. എന്തായാലും ഇനി അങ്ങോട്ട് ഈ സ്ക്രീനിൽ നിന്ന് പോങ്ങൻ മാഞ്ഞു പോകും. പിന്നെ അവിടെ ഇരുൾ പരക്കും. ആ ഇരുളിൽ ഒരു ശബ്ദം ഉയരും. ഒരു അന്ധകാരസുതന്റെ ശബ്ദം. ആത്മീയ വ്യാപാരിയുടെ കൗശല സ്വരം. നിഷ്കളങ്കരായ ഭക്തരുടെ ആത്മീയ ബോധത്തെ കൊള്ളയടിച്ചു കൊഴുക്കുന്ന ഒരു സ്വാർത്ഥന്റെ തന്ത്ര ശബ്ദം. ഈ ശബ്ദം ഭഗവാൻ പരമശിവൻ സ്നേഹിതനായിട്ടുള്ള പോങ്ങന് നൽകിയപ്പോഴാണ് ഹൈന്ദവരെ പറ്റിക്കുന്ന ആത്മീയ വ്യാപാരികളെ നോക്കി പോങ്ങൻ കുരച്ചത്. എന്നാൽ ഭക്ത ഹിന്ദുക്കളും ഉണർന്ന ഹിന്ദുക്കളും കൂടി പോങ്ങനെ കല്ലെറിഞ്ഞു വീഴ്ത്തി. ഓം നമഃ ശിവായ. എന്തായാലും പരമശിവനെ വിളിച്ചുകൊണ്ട് ആത്മീയ വ്യാപാരി തന്റെ ഭക്തജനങ്ങളോടായി തുടങ്ങിയ സംസാരം പരമശിവൻ കേട്ടു, പകർത്തി, പോങ്ങനുമായി പങ്കിട്ടു. പോങ്ങനത് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ കാതുകൾ കൊട്ടിയടച്ചു, കല്ലെടുത്ത് പോങ്ങനെ എറിഞ്ഞിട്ടു. ഇപ്പോൾ ഭഗവാൻമാർ തന്നെ അത് നിങ്ങൾക്ക് മുന്നിൽ പങ്കിടും. വെളിവുള്ളവർ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി കേൾക്കുക. കേൾക്കാത്തവരുടെ കീശയും സ്വത്തുവും ആത്മീയ വ്യാപാരികൾ കൊള്ളയടിക്കട്ടെ. അവർ ഭക്തവ്യാപാരികളുടെ അടിമകളായി ജീവിച്ചു മരിക്കട്ടെ. ഇനി ഈ പോങ്ങൻ മാഞ്ഞു പോവും. ഇരുൾ പരക്കും. അന്ധകാരസുതന്റെ തന്ത്രമന്ത്ര സ്വരങ്ങൾ ഇരുളിൽ മുഴങ്ങും. ആരാണ് അയാൾ? ആരെന്നില്ല, ആത്മീയ വ്യാപാരികളുടെ ഒരു പ്രതിനിധി മാത്രം. ഇതാണ് ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ആത്മീയ വ്യാപാരികളുടെ, ദേശസ്നേഹികളുടെ ആത്മാർത്ഥത, കൂറ്. എല്ലാവരും സ്വാർത്ഥിസ്റ്റുകൾ മാത്രം. ഇതുമാത്രമാണ് പോങ്ങൻ പറയാൻ ശ്രമിച്ചത്. പക്ഷെ നിങ്ങൾ ആരും ആ പോങ്ങനെ കേട്ടില്ല. എന്തായാലും ഇനി ഈ പോങ്ങൻ മാഞ്ഞു പോവും. ഇരുൾ പരക്കും. അന്ധകാരസുതന്റെ തന്ത്രമന്ത്ര സ്വരങ്ങൾ ഇരുളിൽ മുഴങ്ങും. ഓം നമഃ ശിവായ. ശ്രീരാമജയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശൈലജാമ്മ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് അവരുടെ ദയാവായ്പ കൊണ്ടും കാരുണ്യം കൊണ്ടും ഏഴയായ എനിക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂമി അത് 25 സെന്റാണ്. വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത്. അത് രജിസ്ട്രേഷൻ ഏകദേശം അടുത്തു വരികയാണ്. ഇപ്പോൾ അവർക്കൊരു ആഗ്രഹമുണ്ട്,
അതൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത്. എനിക്കത്ര ഇപ്പോൾ ഇനി പുതിയൊരു ഫംഗ്ഷൻ ഇനിയും ചെയ്യാൻ എനിക്ക് പാങ്ങില്ല. ഇപ്പം തന്നെ 3,50,000 ഞാൻ പണം ചിലവാക്കി കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പെട്ടെന്ന്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പഠിതാക്കളെല്ലാവരും അഭിപ്രായം അറിയിച്ചാൽ വളരെ നന്നായി. പരസ്യമായി അങ്ങനെ ഫംഗ്ഷൻ വെക്കണം എന്ന് അവർ പറയണു. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ഇപ്പം ചെയ്യേണ്ടത്? അങ്ങനെ അറിയിക്കണമെങ്കിൽ മനോരമയിലോ മാതൃഭൂമിയിലോ ഞാൻ സത്യവാങ്മൂലമായിട്ട് ഒരു പരസ്യം കൊടുക്കാം. അതാകുമ്പോൾ 25,000 രൂപയ്ക്ക് തീരും. ഒരു ഫംഗ്ഷൻ വെക്കണമെങ്കിൽ വലിയ പ്രയാസമാവും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഉചിതമായിട്ട് എല്ലാവരും ശൈലജാമ്മ അടക്കമുള്ളവർ കൂടി ആലോചിച്ചൊന്ന് പറയണം. സ്വാമി ശരണം. അല്ല, ഈ പിന്നെ സ്ഥലം രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ നടത്തും. അതിൽ എല്ലാവരെയും വിളിച്ചിട്ട് ശൈലജാമ്മയെ ആദരിക്കും. ശൈലജാമ്മയും ഭർത്താവ് ഗണേഷ് ജിയും ആദരിക്കും. ആ ഫംഗ്ഷനിൽ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം, എന്തൊക്കെ ബിൽഡിങ്ങിന് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീർച്ചയായും. അപ്പം അത് ലോക്കലായൊരു ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് കുറയും. അപ്പം തൃശ്ശൂർ തന്നെ നല്ലൊരു ഹോളിൽ അത് നടത്താം. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ശ്രീരാമജയം. നമ്മുടെ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ വന്നാൽ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസസ്, വേദവിദ്യാർത്ഥികൾ താമസിക്കാനുള്ള റൂമുകൾ, ഇപ്പുറത്ത് നമ്മുടെ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന സമുച്ചയത്തിൽ മേലെ ഹോള്, താഴെ ഭജനം ചെയ്യാനുള്ള സ്ഥലം. ആചാര്യന് വേണേൽ താമസിക്കാം, വേണേൽ താമസിക്കേണ്ട, ആചാര്യനെ വേണേൽ പുറത്താക്കാം, അയാൾ വേണേൽ പുറത്ത് വാടകയ്ക്ക് നോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഒരു സ്ഥലം വന്നാൽ താമസിക്കാൻ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 25 സെൻറ്റ് മതിയാവും തോന്നണില്ല. പിന്നെ അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് കൂടി തുടങ്ങണം. ഒരു സ്വയം തൊഴിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാൻ സ്ത്രീകൾക്കും അങ്ങനെയൊക്കെ ചിന്തയുണ്ട്, വലിയ ചിന്തകളാണ്. അപ്പോൾ അതിന് അടുത്തടുത്തുള്ള സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടേണ്ടി വരും. അതൊക്കെ നമ്മൾ പരിശോധിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യണം. 25 സെൻറ്റിൽ എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ കേവലം പാഠശാല കേന്ദ്രം മാത്രമാക്കിയിട്ട് ബാക്കിയൊക്കെ കർണാടകത്തിൽ മാറ്റി വരും. എന്റെ കോഴിക്കോട് HDFC ബാങ്കിൽ നിന്ന് പോകും. പോയി കഴിഞ്ഞാൽ അവിടെ പൂച്ച വെച്ച് കിടക്കും. എങ്കിലും അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ സ്ഥലം നമുക്ക് കിട്ടാതെ പോയനെ. അത്രയും വില കുറവിലും ഗുണത്തിലും അവിടെ ഇനി ഞാൻ ഒരു സ്ഥലം കാണാൻ ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും അവരുടെ പരമാവധി ചിന്തിക്കണം. മാർച്ച് മാസം പകുതിക്ക് മുമ്പ് കളക്ട് ചെയ്തില്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കാതെ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ന്യായമായും. കാരണം എന്റെ 5 ലക്ഷം പോകും. എന്നുവെച്ചാൽ അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എഗ്രിമെന്റിൽ. മാർച്ച് പകുതിക്കുള്ളിൽ, അല്ല, മാർച്ച് 31 എന്നാണ് അവർ പറഞ്ഞത്. 15 നമ്മൾ കളക്ട് ചെയ്ത് രജിസ്ട്രേഷൻ പൈസ റെഡിയാക്കണം. നടന്നില്ലെങ്കിൽ പണം തിരിച്ചു തരുന്നതല്ല എന്ന് എഗ്രിമെന്റിൽ എപ്പോഴും എഴുതി വെച്ചു. ആരുടെ പണം? എന്റെ പണം. അതുകൊണ്ട് ഞാൻ 5 ലക്ഷം ഇട്ടു. എനിക്ക് ഇത്രയേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ, എന്റെ കയ്യിൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് തരാൻ പറ്റുന്ന സംഖ്യ ചിന്തിക്കണം. മീറ്റിങ്ങിന്റെ ലിങ്കൊന്നും പുറത്തു പോയില്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കുന്നു. എങ്കിലോ ഞാനിപ്പം അവരവന്റെ പരമാവധി പറഞ്ഞോളൂ, പറയാൻ പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ ആ ഫോമിൽ മെൻഷൻ ചെയ്താലും മതി. ഇവിടെ പലരും തത്പര കക്ഷികളുണ്ട്. അവര് പലരും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ തരാം. അഥവാ എനിക്കൊന്നും മേല, നിങ്ങൾ നിങ്ങളെ പണി നോക്കുന്നുള്ളവർക്ക് ദയവ് ചെയ്തിട്ട് ഈ മീറ്റിങ്ങിന് ശേഷം ഗ്രൂപ്പിൽ നിന്ന് പോവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്. എനിക്കൊന്നും മേല, നിങ്ങളുടെ ആശ്രമം നിങ്ങൾ കെട്ടി ഞങ്ങൾക്ക് എന്ത് വേണമെന്നൊക്കെ ചിന്തിക്കുന്നത് ഉണ്ടാവാം. ബഹുജനം പല വിധമല്ലേ. നമ്മളൊരു വലിയ ഉദ്യമത്തിന് വേണ്ടി ആണ് ഇവിടെ ഗ്രൂപ്പ് ഫോം ചെയ്തത്. Whatever is your highest contribution can be made. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ അരുൺ, ദേവി മഹാത്മ്യത്തിലെ അരുൺ ഓൾറെഡി 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രദീപ് 1 ലക്ഷം തന്നു. 1,01,000.
വൈശാഖ് 50,000 എനിക്ക് ഓർമ്മയില്ല, 50,000 തോന്നുന്നു ആദ്യത്തെ ലാപ്പിൽ തന്നത്. പിന്നെ അടുത്ത ഘട്ടത്തിൽ തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ പേര് വില്ലിംഗ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ജയശ്രീ അമ്മ ഇപ്പൊ കാണിച്ചത്, നമ്മുടെ ജയശ്രീ അമ്മ എത്രയാണമ്മ പറഞ്ഞത്? ശ്രീരാമജയം ഗുരുജി, ശ്രീരാമജയം ഞാൻ 1 lakh തരാൻ പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ 1 lakh 1 ലക്ഷം തരാമെന്ന് പറഞ്ഞു. അതിപ്പോ തന്നെ അവർക്ക് പൈസ റിയലൈസ് ചെയ്ത് കിട്ടണം. ഉടൻ തന്നെ അവർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം ഒരാഴ്ചക്കുള്ളിൽ തരിക്കണം. ഒരാഴ്ചക്കുള്ളിൽ അയക്കും ഗുരുജി തരാമെന്ന് പറഞ്ഞു. താങ്ക് യു ശ്രീരാമജയം. ഞാനും തരാം ഗുരുജി. അതാ നമ്മുടെ റിജുല പ്രഭാത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുജി ശ്രീരാമജയം ഞങ്ങള് 1 ലക്ഷം രൂപ ഇപ്പൊ. ഒന്ന് സെക്കൻഡ്, ഞാൻ എഴുതിക്കോട്ടെ. റിജുല 1 പറഞ്ഞു. ഇപ്പാരാ പറഞ്ഞേ? കമലാമ്മ. മഹാലക്ഷ്മിയാണ്. 1 തന്നു. തന്നില്ല, ഞാൻ തരാം. അങ്ങനെ പലരും ഉണ്ട് ഇതില്. നിങ്ങൾക്ക് പറയാൻ മടിയുള്ളവരുണ്ടാവും. മടിയുള്ളവര് സബ്മിറ്റ് ചെയ്താൽ മതി ലിസ്റ്റിൽ എഴുതിയിട്ട്. ആ ഫോമില് ഗുരുജി അത് ചെക്ക് നമ്പർ അയക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോ അങ്ങനെ ചെക്ക് ഉപയോഗിക്കാറില്ല. അത് കുഴപ്പമില്ല. എന്താ വിഷയം എന്നറിയാമോ? ഇന്നലെ വരെ പിച്ചച്ചട്ടി എടുത്തിരുന്ന ഒരുത്തന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഇത്ര പൈസ ഒന്ന് ഇ ഡി ചോദിച്ചെന്നെ കൊണ്ടുപോയി ആശമായി ഭരിക്കും. അല്ല, പക്ഷെ അത് ചെക്ക് നമ്പർ ഇല്ലാതെ ഫോം സബ്മിറ്റ് ആവുമോ? ഫോം സബ്മിറ്റ് ആവുമോ? എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടാ മതി. 0 ഇട്ടാ മതി. മതിയോ? ഓക്കെ. അതിപ്പോ എമൗണ്ടിന് വേണ്ടി മാത്രം. എന്താണെന്നറിയോ, നമ്മളൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഉദ്ദേശം വലുതാണെന്നൊന്നും ഇ ഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേന്താ ടാക്സുകാരൊന്നും കണക്കാക്കില്ല. എങ്ങനെ ഈ പണം വന്നു എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു വിഷയമുണ്ട്. ബാങ്കിലിരിക്കുന്ന പൈസ ഞാൻ അതേപടി വിഡ്രോ ചെയ്തിട്ട് സ്ഥല ഉടമയ്ക്ക് കൊടുത്താൽ സ്ഥല ഉടമയ്ക്ക് പ്രശ്നം വരും. കാരണം സ്ഥല ഉടമകൾ ഒരിക്കലും ഫെയർ വാല്യൂക്ക് അപ്പുറത്തേക്ക് കാണിക്കില്ല. ആ സ്ഥലത്തിന് ഫെയർ വാല്യൂ ഏതാണ്ട് 10,000-11,000 ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഫെയർ വാല്യൂ. പക്ഷെ അവരതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ അല്ലേ ചോദിക്കുന്നു. 4 ഇരട്ടി അധികമാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ബാക്കി പണം അക്കൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അവരെ നമ്മൾ റെസ്പോൺസിബിൾ ആക്കുക. അവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. എന്റെ ഭാഗം മാത്രമല്ല അവരുടെ ഭാഗവും ശരിപ്പെടുത്തണം. അതുകൊണ്ടാണ് ചെക്ക് ക്യാഷ് എന്നൊക്കെ എഴുതാൻ കാരണം. ചെക്ക് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ കൂടി ഉണ്ടെങ്കിൽ അതിനൊരു എന്താ പറയാ ആധികാരികതയും കണക്ക് സൂക്ഷിക്കാൻ എളുപ്പമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയമുണ്ട്. കാരണം ഒരു സ്ഥല കച്ചവടക്കാരും സ്ഥലം കച്ചവടം ചെയ്യുമ്പോൾ ആരും കാശ് മൊത്തം ചെക്കിലും ബാങ്കിലൂടെയും എടുക്കില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയല്ലേ എനിക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളെ അറിവുള്ളവർ പറയും. അതെ, അങ്ങനെ അതല്ലാതെ പൈസ കൊടുക്കേണ്ടി വരും. ചെക്കല്ലാതെ അതാണ് എല്ലാവരും എനിക്ക് ബാങ്കിലൂടെ തന്നാൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഞാനും റെസ്പോൺസിബിൾ ആവും. എനിക്ക് എങ്ങനെ ഇത്ര പണം വന്നു എന്നുള്ള റെസ്പോൺസിബിലിറ്റി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് കണ്ടെത്തിയിട്ട് ആ ഡേറ്റിൽ പരമാവധി പേർ നേരിട്ട് തരാവുന്ന തരിക. അല്ലാത്തവർ അത് ചെക്കായിട്ടാണെങ്കിലും നേരിട്ട് തരുമ്പോൾ കുഴപ്പമില്ല, പിന്നെ റീലൈസ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നേരിട്ട് ക്യാഷ് ആയിട്ട് തന്നാലും തിരക്കേടില്ല. കാരണം നമുക്ക് അങ്ങനെ അംബാനിക്കോ അദാനിക്കോ ഒന്നും ആരും ചോദിക്കില്ല. നമ്മളെ പോലെ പിച്ചക്കാരൊക്കെ പെട്ടെന്ന് ഒരു 10 രൂപ ഉണ്ടാക്കിയത് എവിടുന്നായി വന്നതെന്ന് വെച്ച് പിടിച്ചിരിക്കാൻ തുടങ്ങും. അതാണ് വിഷയം. ശ്രീരാമജയ ഗുരുജി. ശ്രീരാമജയ. ഇപ്പഴാ കറണ്ട് വന്നേ. ഞാൻ 1 ലക്ഷം രൂപ ക്യാഷായിട്ട് തരാം. അവിടെ എഴുതുന്നുണ്ട്. നമ്മുടെ ആരാധന മല്ലിക അഥവാ ശ്വേത. അതെ ടീച്ചർ. ഗുരുജി, ബാങ്കിലുള്ളവർ ഇവിടെ ഉണ്ടാവുമല്ലോ, അവർക്ക് ബാങ്കിലുള്ള വിപിൻ ബാങ്ക് തലയിൽ കൊണ്ടുനടക്കുകയാണ്. അല്ല, ഓട്ടോമാറ്റിക്കലി ഫ്ലാഗ് ചെയ്യുന്നതാണ് യൂഷ്വലി. ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റിന് മുകളിൽ പെട്ടെന്ന് വന്നാല് ഓട്ടോമാറ്റിക്കലി ഫ്ലാഗ്. അതാണ് പറഞ്ഞത്. അപ്പൊ പണി കിട്ടും, ഗംഭീരമായ പണി കിട്ടും. ഗുരുജി പറഞ്ഞു തന്നെയാണ്. നമ്മൾ ആ മീറ്റിംഗില് കാണുമ്പോ ക്യാഷ് ആയിട്ട് കുറെ കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, അവരങ്ങനെ വാങ്ങുള്ളൂ. നമുക്ക് ആ സ്ഥലം കിട്ടാതെ. അതാണ് എന്റെ ഞാൻ ചോദിച്ചു അവിടെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ വള്ളിക്കാവലമ്മ സത്യം ഇന്നേ വരെ ഈ ഇത്രയും ഒന്നും തുക കണ്ടിട്ട് പോലുമില്ല, ആരെയും ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ അവരൊരു ലാൻഡിന്റെ വാല്യൂ അവരാണല്ലോ പറയേണ്ടത്. ഫെയർ വാല്യൂ 10,000-11,000 കാണുള്ളൂ. ബട്ട് ദേ വിൽ നെവർ അലൗ us to give it in
bank transaction. They want it to be done otherwise. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ എത്ര പെർസെന്റേജ് ക്യാഷ്, എത്ര പെർസെന്റ് അങ്ങനെ ചോദിക്കാം. നമ്മുടെ കൂടുതൽ ലീഗലി അറിയാവുന്ന ആൾക്കാർക്കാവുന്ന ഗുരുജി. അപ്പൊ അവരുടെ അഭിപ്രായം കൂടെ സ്വീകരിക്കാം. അവരുടെ ആവശ്യമല്ലേ. ഞാൻ പേഴ്സണലി ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോ 100% ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തത്. ബിക്കോസ് അയാൾക്ക് അത് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവര് ഒന്നാമത്തെ കാര്യം പറയട്ടെ, എഗ്രിമെന്റ് എഴുതുന്നത് പറയുമ്പോൾ തന്നെ വിറച്ചു വരും. അയ്യോ എഗ്രിമെന്റോ? അതായത് വിദ്യാഭ്യാസം ആ പറമ്പിൽ കൂടെ പോയിട്ടില്ലാത്ത ഗ്രാമീണരാണ്, വെറും കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഗ്രാമീണരാണ്. അവരോട് പോയിട്ട്, അവരാണെങ്കിൽ തമിഴുമാണ്, അതായത് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നവരാണ്, സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് താമസിക്കുന്നവരാണ്. അപ്പൊ അവരോട് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ പേടിച്ചു. അയ്യോ അങ്ങനെ എഗ്രിമെന്റ് പോലും അവർക്ക് വലിയ സ്റ്റാമ്പ് പേപ്പർ 500 എഴുതാൻ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല അവർ. എന്നിട്ട് അവരതിൽ എഴുതി ചേർത്തു, എന്ത്, നിങ്ങൾ ഈ 31 മാർച്ച് 31 പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്ന 5 ലക്ഷം തിരിച്ചു തരില്ല. അത്ര പേടിയാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവർക്ക് ഇതൊന്നും നടക്കില്ല, അവർക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു പർട്ടിക്കുലർ ശതമാനം, അതായത് ഇപ്പൊ മേ ബി ഒരു 36 ലക്ഷം വരെയൊക്കെ എനിക്ക് ബാങ്കിൽ വാങ്ങാൻ പറ്റുമായിരിക്കും. അതിലപ്പുറത്ത് വന്ന എന്റെ കാര്യം കട്ടമുകയാണ്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ അതിനെന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് വ്യക്തതയില്ലാത്ത കാര്യമാണ്. ആർക്ക് അഡ്രസ് ചെയ്യും എന്നുള്ള പ്രശ്നമില്ല. എന്തോ ചെക്ക് ആർക്ക് അഡ്രസ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമില്ല. അതായത് ഞാൻ പറഞ്ഞതാണ്, ചെക്ക് തരുന്നതിന് ലിമിറ്റ് ഉണ്ട്. 36 lakhs വരെയൊക്കെ എനിക്കതിൽ എന്റെ ഒരു കറന്റ് അക്കൗണ്ട് ആണ്, നമ്മുടെ UTMയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനത്ര ലിമിറ്റ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം പിന്നെ അതിന് കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിരുന്നു ഞാൻ. അതായത് കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഗുരുജി അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി, ബാങ്കിൽ തന്നെ ചോദിച്ചാൽ മതി. ബാങ്കിൽ ഞാൻ നാളെ തന്നെ വിളിച്ച് ചോദിക്കാം. അപ്പൊ കറന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് അവരിപ്പോൾ ഫ്ലാഗ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് എന്തോ പ്രശ്നം ഉണ്ടോ എന്നൊരു പ്രശ്നം. അതാണ് ഒരു ഓവർ ഷോർട്ട് പീരീഡ് അല്ലേ വരുന്നത്. ചാരിറ്റി ട്രസ്റ്റ് ആയിട്ടല്ലേ ഗുരുജി? അപ്പൊ എന്തവനെ ചാരിറ്റി ട്രസ്റ്റ് ആയിട്ടല്ലേ അല്ലല്ല പറയട്ടെ. ട്രസ്റ്റിന്റെ പൈസയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ട്രസ്റ്റിന്റെ നിയമങ്ങൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ സോൾ പ്രൊപ്പറേറ്റേഴ്സ്, ഞാനൊരു ട്യൂഷൻ സെന്റേഴ്സ് മൾട്ടിപ്പിൾ ആയിട്ട് നടത്തുന്നു വിചാരിക്കാം. അത് ഞാൻ മാത്രം പ്രൊപ്പറേറ്റർ നടത്താന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോ പല ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞു. ഈ 2-3 ദിവസത്തിനുള്ളിൽ പല CA-ക്കാരോടും അവർ ബന്ധപ്പെട്ടവരും ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ എന്താ വെച്ചാല്, ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ അത് മൊത്തമായിട്ടും നെറ്റ് പ്രോഫിറ്റ് ആയിട്ടല്ല കണക്കാക്കുന്നത്. ഗവൺമെന്റിന്റെ ദൃഷ്ടിയിൽ ഒരു കറന്റ് അക്കൗണ്ടിലേക്ക് രണ്ടും വരാം. അതിന് ചെലവും ഉണ്ടാവില്ല, എക്സ്പെൻസും ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് ഗ്രോ, അതൊക്കെ എനിക്കറിയാം. അത് പിന്നെ അതൊരു നെറ്റിന്റെ ഓപ്പോസിറ്റ് ഗ്രോസ് ആണ് എനിക്കറിയില്ല. ശരി, അപ്പൊ ഗ്രോസ് ആണത് കണക്കാക്കുക. അപ്പൊ അതിൽ ഞാൻ വിചാരിക്കുന്നത്, സ്ഥലം വാങ്ങിയിട്ട് എന്റെ പേരിലാണ് വാങ്ങുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ഫോർമേഷന് നമുക്ക് 80G 12A ഒക്കെ കിട്ടണമെങ്കിൽ 6 മാസം മിനിമം പിടിക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്കത് ജൂണിൽ മാത്രമേ ട്രസ്റ്റ് ഫോർമേഷൻ റെഡി ആയിട്ട് വരികയുള്ളൂ. ഞാൻ ഒക്കെ അന്വേഷിച്ചു. അപ്പൊ അപ്പോഴേക്ക് ഇത് രജിസ്ട്രേഷൻ നീട്ടി വെക്കാൻ പറ്റില്ല, അവർ സ്ഥലം വല്ലതും കൊടുത്തിട്ട് പോകും. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ട്രസ്റ്റ് ഫോം ചെയ്യുക. അതിന്റെ മറുപടി ഓൾറെഡി നടക്കുന്നുണ്ട്. അതിൽ ഒരു ടോപ്പ് കമ്മിറ്റി, അതായത് ഓദർ എന്ന ട്രസ്റ്റ് ഓദർ എന്നാ പറയുന്നത് ട്രസ്റ്റിക്ക്, പിന്നെ ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ജനറൽ ബോഡി, ഇങ്ങനെ ഫോം ചെയ്തിട്ട് ട്രസ്റ്റിലേക്ക്, അത് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്, അല്ലാതെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടല്ല. അതിന് വേറെ നിയമം വ്യത്യാസമുണ്ട്. എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആയിട്ടാണ് ഫോം ചെയ്തത്. ആ ട്രസ്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇഷ്ടദാനമായിട്ട് ഞാൻ ഈ പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ദാനാധാരം രജിസ്റ്റർ ചെയ്തിട്ട് ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് ഞാൻ എന്റെ ഭൂമി കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് വാങ്ങിയതായിട്ട് കാണിക്കാനും പറ്റില്ല. ഇത് മാത്രമേ കരണീയമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കുറെ ആളുകളോട് പല രീതിയിൽ ചോദിച്ചപ്പോൾ നമുക്ക് തടി കേടാവുന്ന ഒരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ പ്രദീപ് അക്കൗണ്ടന്റ് ഓഫീസ് വർക്ക് ചെയ്തതാണ്. പ്രദീപ് ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല, എന്താണ് ഇത്രയും തുക വന്നാലും അതിൽ എന്തോ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല എന്നോട്, ടാക്സ് അടയ്ക്കാൻ. അല്ല സാർ, കറന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്കത് കറന്റ് അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മള് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ 8% നമ്മുടെ ഇൻകായിട്ട് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ചാർട്ടേഡ് അക്കൗണ്ടിൽ ഒന്ന് കൺഫേം ചെയ്താൽ കുറച്ചും കൂടി ഉപകാരമാവും. ഏതാ ഒന്നുകൂടി പറഞ്ഞു. ഇപ്പൊ കറന്റ് അക്കൗണ്ട് നമ്മൾ സീലിംഗ് ഇല്ലല്ലോ, എത്ര സീലിംഗ് വരാവുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അല്ല വിപിൻ സാറേ, അങ്ങനെ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല.
ഇല്ല, സീലിംഗ് ഇല്ല. അപ്പം ഇതിപ്പോ സപ്പോസ് ഞാൻ പറയാണ് 1 കോടി രൂപ അതിൽ വന്നു എന്നിരിക്കുക, ഞാൻ പറയണേ വന്നിരിക്കട്ടെ, അതിൽ ഞാൻ അതിന്റെ ടാക്സ് അടയ്ക്കണം. അത് എത്ര ശതമാനം വരും? അല്ല സാർ, അത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആയ 1 കോടി രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ 8% നമ്മുടെ ഇൻകം ആയിട്ട് കാണിക്കുക. ഓ അത് ശരി, അതെല്ലാം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കില്ല, അതല്ലേ പറഞ്ഞു? പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുക. പക്ഷെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എത്രയാണ്? ഏതാണ് സാർ? 1 കോടിയുടെ 8% എത്രയാണ്? 8 ലക്ഷം. അപ്പൊ 8 ലക്ഷം മാത്രമേ ഞാൻ എന്റെ അക്കൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് വരുള്ളൂ. അതിന് ടാക്സ് ആണ് ഞാൻ അടയ്ക്കേണ്ടത്? അതല്ല, അത് 8 ലക്ഷമാണ് കാണിക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നല്ല മെഡിക്കൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് 3% ആക്കാൻ പറ്റും. ആക്കാൻ പറ്റും. അതായത് കണക്കപ്പള്ളി എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. മനസ്സിലായി? അതായത് എന്റെ തടി കഴിച്ചിലാക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതിനർത്ഥം. പിന്നെ ഇപ്പോഴത്തെ ഇൻകം ടാക്സ് സ്ലാബ് വന്നിട്ട് 5 ലാഖ് വരെ നില്ലാണല്ലോ. അപ്പൊ നമുക്ക് വലിയ പുതിയ സ്ലാബിൽ അത് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്ത് വലുതാക്കിയിട്ടല്ലേ? അതെ. പിന്നെ കൂടാതെ അതുകൊണ്ട് നമുക്ക് വലിയ കറണ്ട് അക്കൗണ്ട് ആവുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ശരി, ഇവിടെ ഒരു കാര്യം, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ ഒരു കുഴപ്പം, നമ്മളിവിടെ ഇതിനുള്ളിൽ ടെമ്പിൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ഉദ്ദേശിച്ച പ്രപ്പോസലിൽ ടെമ്പിൾ വരുന്നുണ്ട്, ഹനുമാന്റെ ക്ഷേത്രം വരുന്നുണ്ടല്ലോ. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു കാരണവശാലും ടെമ്പിൾ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടി ചെയ്യുന്നതിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ ആരാധനാ കേന്ദ്രം വെച്ചാൽ തെറ്റില്ല. അതാണ് ക്രിസ്ത്യാനികളുടെ ഐഡിയ. ക്രിസ്ത്യാനികളുടെ സ്കൂളിലെല്ലാം അവർ പള്ളി വെക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അത് ഞാൻ മനസ്സിലാക്കിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചോദിച്ച് മനസ്സിലാക്കിയ രഹസ്യമാണ്. വെച്ചിട്ട് അവിടെ ഇന്ത്യൻ കൾച്ചറൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഇന്റലോജിക്കൽ റിസർച്ച് എന്നൊക്കെ രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഭാവിയിൽ ഒരു 7th വരെയൊക്കെയുള്ള സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 7ാം ക്ലാസ് വരെയുള്ള സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് അപ്പോഴേക്ക് കുറച്ച് സ്ഥലം, അപ്പോഴേക്ക് ഞാൻ കോടീശ്വരനാവും, പേടിക്കണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് വലിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇത് നമ്മുടെ പ്രാരംഭ ഘട്ടത്തിലുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ട്രസ്റ്റുകളെല്ലാം പൂർണ്ണമായും അമ്മയുടെ ട്രസ്റ്റ് ഒഴികെ, അമ്മയുടെ ട്രസ്റ്റ് മാത്രമേ കഴിഞ്ഞ ഒരു 17 കൊല്ലമായിട്ട് എല്ലാ വർഷവും ഏറ്റവും കൃത്യമായ അക്കൗണ്ട് പ്രസന്റ് ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സമ്മതിപത്ര സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിട്ട് എന്റെ അറിവിലുള്ളൂ. ബാക്കി എല്ലാവരും ഉടായിപ്പാണ്. സദ്ഗുരുവിന്റെ ട്രസ്റ്റ് പോലും മണ്ണിനെ സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോടികളാണ് വാങ്ങിയിരിക്കുന്നത്. അതിന്റെ 6% മാത്രമേ അവർ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് വിനിയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചോദ്യങ്ങൾ വരും. An educational trust is the best way to express our, നമ്മുടെ ടീച്ചിങ്, പഠനപാഠം നടത്താനും അതിന്റെ ഉള്ളിലൊരു ആരാധനാലയം വെക്കാനൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ക്രിസ്ത്യൻ ചേർച്ചുകൾ ചെയ്യുന്ന രീതിയാണ് നല്ലത്. അതെല്ലാം എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രദീപ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കറണ്ട് അക്കൗണ്ടിലേക്ക്, അതായത് ഇപ്പൊ ബുദ്ധിമയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം. അത് ടാക്സ് അടയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ഫോം ചെയ്തത്. അല്ല ടാക്സ് അടയ്ക്കാതെ കുറെ പൈസ നമ്മൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് ശരിയല്ല. ടാക്സ് അടയ്ക്കണം. അപ്പൊ അതിനുള്ള ഒരു വഴി കാണും. ഇപ്പൊ നമുക്ക് ഈ ഒരു പേർപ്പസ് വന്നപ്പോൾ ഈ രീതിയിൽ അല്ലാതെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രസ്റ്റ് ഫോർമേഷനും 80G-യും 12A-യും ഒന്നും കിട്ടില്ല. 10A, 12A, 13 ഒന്നും കിട്ടില്ല. അതിന് മേ ബി ഒരു ജൂൺ ജൂലൈ വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഓൾറെഡി മറ്റേ ട്രസ്റ്റിന്റെ കാര്യം എനിക്ക് അറിയാവുന്നതാണ്, PCT എനിക്കുള്ളതാണ്. ഇവിടെ നമുക്ക് കരണീയമായിട്ടുള്ള ഒരു ഞാൻ പലരോട് ചോദിച്ചു. അപ്പോഴാണ് പ്രദീപ് പറഞ്ഞത് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കറണ്ട് അക്കൗണ്ട് അല്ലതാനും, അത് ഉദ്യമ എന്ന പേരിൽ യുവമാരുതി വിദ്യാകേന്ദ്ര എന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാകേന്ദ്രത്തിന്റെ തന്നെ കറണ്ട് അക്കൗണ്ടാണ്. അതിലേക്ക് ഇട്ടാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നാളെ ഞാൻ ബാങ്ക് മാനേജർ ഒന്ന് വിളിച്ച് ചോദിക്കുന്നില്ല, അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ അക്കൗണ്ട് നമ്പർ എന്നിട്ട് ഇട്ട് തരാം നാളെ. അപ്പോ പലരും ഇത്ര എമൗണ്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ ഓർക്കണം, നമുക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ വന്നിരുന്ന് വേദം ചൊല്ലാനും മന്ത്രം ചൊല്ലാനും ഒക്കെയുള്ള ഭൂമിയാണ് ഞാൻ വാങ്ങുന്നത്. എനിക്ക് വീടുണ്ടാക്കി എത്ര പൈസ ഒന്നും ആവശ്യമില്ല. ദയവ് ഇത് മനസ്സിലാക്കണം. നമ്മുടേതായ ഒരു സ്ഥാപനം തലമുറകൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെന്നുള്ള ചിന്ത വേണം. അതിനെത്രത്തോളം പരമാവധി ഇടാൻ പറ്റും. കാരണം ഇതോടുകൂടി തീരുന്നില്ല. 1 കോടി 20 ലക്ഷം കൊണ്ട് നമ്മൾ ഈ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഇനി ലാൻഡ് ടില്ല് ചെയ്യണം, ലാൻഡ് നിരപ്പാക്കണം, ലാൻഡ് ശരിയാക്കിയിട്ട് അവിടെ ബിൽഡിങ്ങുകൾ, ക്ഷേത്രമായാലും എല്ലാം കെട്ടണം. വിപുലമായ പദ്ധതിയുണ്ട്.
അതുകൊണ്ട് ഇത്രയും പേര് എന്റെ ശിഷ്യന്മാരായിട്ടുള്ള നിങ്ങൾ ഇത്രയും പേരും കൂടെ നിൽക്കുക, കട്ടയ്ക്ക് നിൽക്കാറില്ലേ, കട്ടയ്ക്ക് കൂടെ നിൽക്കുക, ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. അധികം ദീർഘിപ്പിക്കുന്ന അർത്ഥമില്ല. ഇത്രയും പേരല്ലാണ്ട് വേറെ ആരും പൈസ കാര്യം പറഞ്ഞില്ല. ബാക്കിയുള്ളൊരു കാര്യം ചെയ്യാം. പിശുക്കി വെച്ചാൽ അവസാനം കാറ്റ് പോകുമ്പോൾ എവിടെയും കൊണ്ടാൻ പോകില്ല. എല്ലാവരും ഓർക്കുക. ഷേനാജി 1 ലക്ഷം പറഞ്ഞു കഴിഞ്ഞു, സതീഷ് 1 ലക്ഷം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തി തുറന്നു പറയാൻ വള്ളിക്കാരമ്മ സത്യം എന്നെ ഞെട്ടിച്ച ഒരാൾ നമ്മുടെ ഷാജിയാണ്. ഷാജിക്ക് നിങ്ങൾക്ക് അറിയാം കൽപ്പണിയും സെന്ററിങ്ങിന്റെ പണിയും ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെയാണ്. ഷാജി 1 ലക്ഷം ആദ്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് 1 ലക്ഷം പറഞ്ഞ നമ്മുടെ ഷാജിയാണ്. സത്യം പറയാൻ കരഞ്ഞു പോയി ഞാൻ. ആ നിഷ്ഠയ്ക്ക് ഷാജിക്ക് 7 തലമുറയ്ക്ക് മക്കളുടെ 7 തലമുറയ്ക്ക് പുണ്യം സമ്പത്തും ഐശ്വര്യവും ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ എന്റെ രാമനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു. അത്രയും സാധാരണമായി ജീവിക്കുന്ന സാധാരണക്കാരനാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം വളരണമെന്നും നന്നാവണമെന്നും കരുതിയിട്ട് ഷാജി ആണ് ആദ്യം എന്നെ വിളിച്ചിട്ട് എന്നെ വോയിസ് ഇട്ടത് മൊബൈലില്. ഗുരുജി ഞാൻ 1 ലക്ഷം ഇടാന്ന് അത്ഭുതം തോന്നി. ഇപ്പൊ എല്ലാവരും ഇതാ, ഇപ്പൊ കമലാമ്മ വന്നു, പ്രദീപ് പറഞ്ഞു, ഇപ്പൊ വൈശാഖ്, അതുപോലെ നമ്മുടെ ജയശ്രീ അമ്മ, അവരെല്ലാം നമ്മുടെ അരുണാണ് ആദ്യം ഇട്ടത് കേട്ടോ. ഷാജി ഇന്നാണ് അത് അറിയുന്നത്. അതുകൊണ്ട് ഷാജിയോട് ഇന്നാണ് നമ്മുടെ ജനറൽ ഗ്രൂപ്പ് ഇട്ടത്. അരുണിനോട് ഞാൻ ഇത് എന്നാണോ ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞത്, നമ്മളിതൊന്നും ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അരുൺ ആ പൈസ ഇട്ടു. ഇതിന് പറഞ്ഞു നിങ്ങൾ തുടങ്ങുമ്പോ അതിൽ കിട്ടാൻ മതി. ഇങ്ങനെയുള്ള അത്ഭുത ജീവികൾ, അതാ ശ്വേത അമ്മ ടീച്ചർ ഇട്ടു പറഞ്ഞു. അങ്ങനെ എന്നെ ഞെട്ടിക്കുകയാണല്ലേ അത് ഋജുരാജി പറഞ്ഞു. എന്നെ കൂടുതൽ ഞെട്ടിച്ചോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ സ്ഥലം കയ്യിൽ കിട്ടാതെ ഞാൻ ഞെട്ടേണ്ടി വരും. പിന്നെ 1 ലക്ഷം സീലിംഗ് ഒന്നുമില്ല. ഞാൻ കൂടുതൽ എടുക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ, എന്നെ പോലെ എനിക്കതായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ 5 ലക്ഷം ഇട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം അരി വാങ്ങാൻ വേറെയുള്ള കാശ് വാങ്ങണം, അതുപോലെയാണ്. അപ്പൊ ശ്രമിക്കുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുമെന്ന് മാത്രം പറയുന്നത്. ഭംഗിയാക്കിയല്ല, നല്ല ഭവ്യമായ നല്ലൊരു മന്ദിരം നമ്മുടെ സ്വാമിക്ക് വേണ്ടി സമർപ്പിക്കണം. വിദ്യാമന്ദിരം എല്ലാവർക്കും പഠിക്കാനും അവിടെ വരാനും അവിടെ വന്നിരിക്കാനും പിന്നെ ചെലവഴിക്കാനും അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം കുട്ടികളോടൊപ്പം ഒരു വെക്കേഷൻ ടൈമിൽ അവിടെ വരുമ്പോൾ അവിടെ വന്ന് താമസിച്ച് പഠിക്കാനും ഞാൻ ആ തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ. ആ പദ്ധതിക്കെല്ലാം നിങ്ങൾ കൂടെ നിൽക്കുക. എല്ലാ തരത്തിലും ശ്രീരാമ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സഹകരിക്കുക എന്ന് മാത്രം ഞാൻ. കാരണം നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ യാതൊരു സപ്പോർട്ടും ആ ജി തരും ഈ ജി തരും എന്ന് പറയാൻ ഒരു ജിയും ഇല്ല. ആകെ ഫോണിലുള്ള 5G ആണ്, വേറൊരു ജിയും ഇല്ല നമുക്ക് തരാൻ. ദയവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുക. നമുക്ക് നാമേ പണിപത് നാകം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വർഗം നമ്മൾ തന്നെ പണിയണം. നമുക്ക് വേറെ സപ്പോർട്ടില്ല. മറ്റു ഗ്രൂപ്പുകളിലൂടെ ഞാൻ ഇടാം. ദയവ് ചെയ്തിട്ട് അവനോട് പറ്റുന്ന തുക ഇടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. കൂടുതൽ എന്തെങ്കിലും ഇത് പറയാനുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആവശ്യം മാർച്ചിലുള്ള രജിസ്ട്രേഷനാണ്. ഇപ്പൊ ഫെബ്രുവരിയിൽ ഒരു കൺവീനിയന്റ് ഡേറ്റ്, ഫെബ്രുവരി 2ാം വാരം, 2ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 3ാമത്തെ അവസാനത്തെ ആഴ്ചക്കുള്ളിൽ ഒരു കൺവീനിയന്റ് ഡേറ്റ് കണ്ടാൽ എല്ലാവരും അവിടെ ഒന്നുകൂടി മീറ്റ് ചെയ്യാം. രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഒരു 1 മണിക്കുള്ളിൽ പിരിയുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്താൽ എല്ലാവർക്കും എളുപ്പം വീടുകളിൽ എത്തുകയും ചെയ്യാം. പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് ഗ്രൂപ്പിൽ സൗകര്യമുള്ള ഡേറ്റ് കണ്ടെത്തിയിടുക. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ മനസ്സുകൊണ്ട് കാണുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഏപ്രിൽ 19 തന്നെ ക്ഷേത്രത്തിന്റെ ആദ്യ പണികൾ തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിദ്യാമന്ദിരവും ക്ഷേത്രവും ചേർന്ന്. അമ്മ സംബന്ധിച്ച രജിസ്ട്രേഷൻ തീരുന്നവരെ പാലക്കാട് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് അനൗൺസ് ചെയ്യേണ്ടെന്നുള്ളത് എന്റെ ഒരു അഭിപ്രായമാണ്. അല്ല മോനെ, ഞാൻ കണ്ണൂരാണെങ്കിൽ പാലക്കാട് പറയണം. അവസ്ഥയായിരിക്കും കണ്ണൂർ ജലമായിട്ട് പാലക്കാട് പറയേണ്ട അവസ്ഥയായിരിക്കും. അല്ല, അതുകൊണ്ടാണ് ഗുരുജി, കാരണം നമ്മൾ പ്രതീക്ഷ എടുത്തുന്നല്ല കാര്യങ്ങളൊക്കെ. അതാണ് സത്യം, അത് സത്യമാണ്. തൃശ്ശൂരെ കാര്യം കണ്ടില്ലേ? അതുകൊണ്ട് പാലക്കാട് നിന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ആരെയും അവിശ്വാസം കൊണ്ടല്ല. ചിലർ അങ്ങനെ ഋണാത്മകമായ നെഗറ്റീവ് മൈൻഡ് ഉള്ളവർ 1-2 പേര് കാണും. അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ അത് അങ്ങനെ സങ്കല്പിച്ചാലോ ആ വിഷമം കൊണ്ട്. എന്തായാലും നഗരത്തിൽ നിന്ന് വളരെ ദൂരെ അല്ല.
എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയാം. ഒരു പരിധിക്ക് നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷന്റെ കാര്യം കഴിഞ്ഞാൽ എല്ലാവരെയും കൂട്ടി ഒരു ദിവസം നമുക്ക് ആ സ്ഥലത്ത് പോയി കാണാം എന്ന് ഞാൻ വാക്ക് തരും. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൂടുതലൊന്നും ഞാൻ ഇത് പറയുന്നില്ല. നമുക്കിതിന് നല്ലൊരു വെബ്സൈറ്റ് വേണം. ഞാൻ ഹരീഷ് സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പുള്ളി അതിന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വെബ്സൈറ്റ്, ഭദ്രമായ വെബ്സൈറ്റ്, ഈ കണ്ട കാക്കമാരൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ചിദാനന്ദപുരി സ്വാമി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് 6 തവണ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. കാക്കമാർ അതിമിടുക്കന്മാരാണ് ഈ കാര്യത്തിലൊക്കെ, ഹാക്കിങ്ങിലൊക്കെ. നമുക്കങ്ങനെ ഹാക്കിംഗ് പ്രൂഫായിട്ടുള്ള ഈ വിദ്യാകേന്ദ്രത്തിന്റെ ഒരു വെബ്സൈറ്റ് ചെയ്തു തരണം എന്ന് ഞാൻ ഹരീഷിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഹരീഷിന് സമയമുള്ളപ്പോ, അല്ലെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ചെയ്തായിരുന്നു. ഒരു കാര്യം പറയാൻ വെറുതെ തരണ്ട, അതിന്റെ ഫീസ് എന്താന്ന് വെച്ചാൽ അതും ഞാൻ ചെയ്തോളാം, നമ്മുടെ ഇതിൽ ചെയ്തോളാം. കാരണം നമ്മൾ വെറുതെ പിള്ളേരൊക്കെ സെർവ് ചെയ്തോളുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട, നമുക്ക് ചെയ്യുന്ന വളരെ വൃത്തിയായിട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അടങ്ങി എനിക്ക് മീറ്റിംഗ് ഒന്ന് കഴിയട്ടെ. അതായത് നമുക്ക് വെറുതെ ഒന്നും തരണ്ട, ഭൂമി കടിലിട്ടോ. ഒന്ന് അടങ്ങിക്ക്, മീറ്റിംഗ് കഴിയട്ടെന്ന്. പലരും ഇപ്പൊ ഓഫർ ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ അപ്പൊ എടുത്ത് കാണിക്കുകയാണ് ഇവിടെ ലേലം വിളിക്കുന്നത്. ഞാനിത് പറയട്ടെ, വെബ്സൈറ്റിന്റെ പണം കൊടുത്ത് ചെയ്യിച്ചാലും ഒരുപാട് കാശാകുമോ സാറേ എന്ന് പറഞ്ഞു തരാമോ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡന്റ് ആണ്, അത് നമുക്ക് അതിന്റെ ഒരു ഏകദേശ ധാരണകളും ഈ വെബ്സൈറ്റിന്റെ ആനുവൽ ചാർജസും ഒക്കെ വന്നത്. വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആനുവൽ ചാർജസ് ഒന്നും അധികം ഇല്ല. പക്ഷെ ഈ ഡിസൈൻ ചെയ്യണവർക്ക് എത്ര റേറ്റ് വരും എന്നുള്ളത് ഞാൻ ആളോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാം. എന്നുവെച്ചാൽ എത്രയായാലും അത് നമ്മുടെ അംബാനി ഇന്നലെ ആദ്യം പറഞ്ഞേക്കണം. എന്നിട്ട് എത്രയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് സെക്യൂർ ആയിരിക്കണം. നോബഡി ഷുഡ്, അതിലൊരു ഇന്റർഫിയറൻസ് വരാൻ പാടില്ല വെളിയിൽ നിന്ന്. അതിൽ ഡൊണേഷൻ ഉള്ള സംഗതികളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ പറഞ്ഞില്ല, ഗേറ്റ് വേ, പേയ്മെന്റ് ഗേറ്റ് വേ, മറ്റേ എല്ലാതരം പേയ്മെന്റ് ഗേറ്റ് വേസും ആളതില് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അയച്ചിരുന്നല്ലോ. എനിക്ക് തന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യണ്ട, ഞാൻ അങ്ങനെ പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്യാം. അതൊന്ന് ചെയ്തു തരണം എന്ന് ഞാൻ ഹരീഷ് സാറിനെ ഏൽപ്പിക്കുകയാണ്. ബാക്കി എല്ലാവരോടും അതിനോട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്തായാലും മാർച്ചിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കയ്യിൽ വാങ്ങണം. അത് നമ്മുടെ ഒരു നമുക്ക് നേരിട്ട് ഒരു അപമാനം എല്ലാവർക്കും അറിയാലോ. ഞാൻ ക്ലാസ്സിൽ ആരോടും പറയാത്തതാണ്. ആ തൃശ്ശൂരെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് പറഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തില്ല. വല്ലാത്തൊരു അപമാനം, നല്ല ഹനുമാനെ അവഹേളിച്ച പോലെ ആയിപ്പോയി. ഒരു വാക്കാൽ എന്താ പറഞ്ഞ, ഗുരുജിയുടെ സ്ഥലമാണെന്നാ പറഞ്ഞേ അല്ലേ? അപ്പോ അത് ഹനുമാനേറ്റ അപമാനമാണ്. അതിന്റെ പ്രത്യാഘാതം എത്ര തലമുറകളിലേക്ക് പോകുന്നു എനിക്ക് പറയാൻ കഴിയില്ല. ഞാനായിട്ട് ആരെയും ശപിച്ചിട്ടില്ല, ശപിക്കുകയുമില്ല. പക്ഷെ നിങ്ങൾ 139 പേരുടെയും പ്രതീക്ഷയല്ലേ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞു. എനിക്ക് അങ്ങനെ പ്രശ്നം, എനിക്ക് നഷ്ടം ശീലമാണ്. ലാഭം ഉണ്ടായിട്ടേ ഇല്ലാത്തതുകൊണ്ട് നഷ്ടങ്ങളൊന്നും വിഷമിപ്പിക്കാറില്ല എന്നെ. നമ്മളെല്ലാവരും അവരുടെ ഒരു വാക്കിന് വേണ്ടി ഇത്രയും ആഴ്ചകൾ കാത്തിരുന്നല്ലേ. അപ്പൊ അത് അറിയിക്കാൻ വരുന്ന അവർക്ക് അറ്റ്ലീസ്റ്റ് ഇതാ ഞങ്ങളിപ്പോ തരുന്നില്ലെന്നോ, താല്പര്യമില്ലെന്നോ, സുഖമില്ലെന്നോ. ഞാൻ പലപ്പോഴും ചോദിച്ചു, യെസ്വർണോ പറയൂ, ഞാൻ ഗ്രൂപ്പിൽ പറയാം. അവർ പറഞ്ഞില്ല. എന്തോ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞവരാണ് അവർ പെരുമാറിയത്. അതുകൊണ്ട് ഞാൻ പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു ചെറിയ വാശി വന്നു, എങ്ങനെയെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിൽ പാലക്കാടുമായി ചേരുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങണമെന്ന് എന്റെ മനസ്സിൽ ഒരാശ വന്നു. ആശ അമ്മ നടപ്പാക്കി. ഇനി നിങ്ങൾ അമ്മയുടെ അംശങ്ങളായ നിങ്ങളാണ് എനിക്ക് അതിനുവേണ്ടി. ഞാനും വെറുതെ കൈ കിട്ടി മാറിയുന്നില്ല. ഞാൻ എനിക്ക് പറ്റുന്ന പരമാവധി 5 ലക്ഷം അതിലിട്ടിട്ടുണ്ട്. അത് തെളിവുണ്ട്. അതിനാണ് രജിസ്റ്റർ ചെയ്യുന്ന ചെക്കിന്റെ ഡേറ്റും അതൊക്കെ ഞാൻ അയച്ചു തരാം. ഒന്ന് പേടിക്കും. നിങ്ങളും ഇതുപോലെ എനിക്ക് തരും. ഫെബ്രുവരി നമ്മുടെ സംഗമം നടത്തുമ്പോൾ ക്യാഷ് ആയിട്ട് കൂടുതൽ തരുന്നതിലാണ് എനിക്ക് താല്പര്യം. കാരണം പറഞ്ഞല്ലോ അതിന് കാരണം. അല്ലെങ്കിൽ ഞാൻ ED കൂടി എന്ന് പറഞ്ഞ് ഞാൻ 5 പൈസ ഉണ്ടാക്കാതെ ഞാൻ വെറുതെ ജയിലിൽ കിടക്കട്ടെ. നല്ലൊരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ദോഷം വരാതിരിക്കട്ടെ. അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അവനവനെ പറ്റുന്ന രീതി ചെയ്യുക. ഹര നമ പാർവതി പതകേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ
ജയ ജാനകി കാന്ത സ്മരണം, ജയ ജയ രാമ രാമ, സദ്ഗുരുസ്വാമിന ജയ്. ഇതൊരു കാര്യം, എത്ര ഇടുന്ന ഗ്രൂപ്പിൽ ഓരോരുത്തരും പറയണ്ട, പാരകൾ വരും. ആ ഫോം സബ്മിറ്റ് ചെയ്താൽ എനിക്കൊരു കണക്ക് കിട്ടും, അത് മതി. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയ. ശ്രീരാമ ഒരു 100 പേര് 1 ലക്ഷം കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനല്ലേ. ये कितना ग्राम है ये नहीं पता ना मुझे. ഹിന്ദിയിലെല്ലാം പറയുന്നത്